രാഹുൽ മാങ്കൂട്ടത്തിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക്. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് നിന്ന് പാതിരാത്രി നാടകീയമായി അറസ്റ്റ് ചെയ്ത് പോലീസ്. ക്രൂരപീഡനവും സാമ്പത്തിക ചൂഷണവും നടത്തിയെന്ന് പത്തനംതിട്ട സ്വദേശിനിയുടെ പരാതി. ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തി. ആരോപണങ്ങൾ നിഷേധിച്ച് രാഹുൽ. സ്ഥിരം കുറ്റവാളിയെന്ന അറസ്റ്റ് നോട്ടീസ്. വൈദ്യപരിശോധനയ്ക്ക് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഹാജരാക്കവേ ജീപ്പ് വളഞ്ഞ് ഡിവൈഎഫ്ഐയുടെ യുവമോർച്ചയുടെയും വൻ പ്രതിഷേധം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിലേക്ക്. ഇന്ന് ജാമ്യാപേക്ഷ നൽകും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്ക് നിയമസഭ. അയോഗ്യനാക്കാൻ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ. അറസ്റ്റ് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കും. രാഹുൽ വിഷയത്തിൽ തന്റെ നിലപാട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാമെന്നും പാർട്ടി നടപടിയെടുത്തുവെന്നും വി ഡി സതീശൻ. രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ മുഖമെന്നും അയാളെ MLA ആക്കിയ പാർട്ടി വിശദീകരണം നൽകണമെന്നും വി ശിവൻകുട്ടി. ആഭ്യന്തര വകുപ്പിൽ നിന്നും കോൺഗ്രസിൽ നിന്നും രാഹുലിന് സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് കെ സുരേന്ദ്രൻ. ദൈവത്തിന് നന്ദിയെന്നും മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ ക്ഷമിക്കട്ടെയെന്നും ആദ്യ പരാതിക്കാരി. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണവും ഇന്ത്യയിൽ കോൺഗ്രസ് ഭരണവും അവസാനിച്ചിരിക്കുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിശ്വാസം സംരക്ഷിക്കാനും ദേശദ്രോഹികളെ അകറ്റാനും BJP അധികാരത്തിൽ വരണമെന്നും പ്രതിനിധി സമ്മേളനത്തിൽ അമിത്ഷാ. അഭിസംബോധന തുടങ്ങിയത് ശ്രീനാരായണ ഗുരുവിനും അയ്യങ്കാളിക്കും ശങ്കരാചാര്യർക്കും പ്രണാമമർപ്പിച്ച്. ഉച്ചയ്ക്ക് ശേഷം BJP കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. ഐതിഹ്യപ്പെരുമയുമായി അമ്പലപ്പുഴ സംഘത്തിന്റെ എരുമേലി പേട്ടതുള്ളൽ തുടങ്ങി. വാവരുപള്ളിയിലെത്തി വാവരുടെ പ്രതിനിധിയുമായി വലിയ അമ്പലത്തിലേക്ക്. ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ഉച്ചയ്ക്ക് ശേഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലൂന്നി SIT അന്വേഷണം. തന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിൽ നിരീക്ഷണത്തിൽ തുടരുന്നു. തന്ത്രിയായാലും മന്ത്രിയായാലും നിയമത്തിന്റെ മുന്നിൽ ഒരുപോലെയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ ഏകദിനം ഉച്ചയ്ക്ക് 1:30 മുതൽ വഡോദരയിൽ. ഇടവേളയ്ക്ക് ശേഷം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരും തിരിച്ചെത്തി. ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് നിന്നും പാതിരാത്രി നാടകീയമായി അറസ്റ്റ് ചെയ്ത് പോലീസ്. രാഹുലിനെതിരെ ക്രൂരപീഡനവും സാമ്പത്തിക ചൂഷണവും ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയെന്നും പത്തനംതിട്ട സ്വദേശി പരാതി നൽകി. ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചു. വൈദ്യപരിശോധനയ്ക്ക് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീപ്പ് വളഞ്ഞ് ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും വലിയ പ്രതിഷേധം. പരിശോധനയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കണ്ണൻ ദേവ്. വിശദാംശങ്ങൾ നൽകും. കണ്ണൻ, വലിയ പ്രതിഷേധമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിൽ കണ്ടത്. AR ക്യാമ്പിൽ നിന്നും കൊണ്ടുവന്നപ്പോൾ തന്നെ പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തുന്ന സാഹചര്യം. ഏറെ നേരം വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്ന വിവരങ്ങൾ. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ച് ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ AR ക്യാമ്പിൽ നിന്നും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഉണ്ടായത്. DYFIയുടെ അതുപോലെ യുവമോർച്ചയുടെ അടക്കം വിവിധ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് മുതൽ ആശുപത്രി പരിസരത്തുണ്ടായിരുന്നത്. വളരെ പണിപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് ജനറൽ ആശുപത്രിക്കുള്ളിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചത്. അതിനുശേഷം മണിക്കൂറുകൾ നീണ്ട വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് അല്പം മുമ്പ് പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ചത്. ഈ മറ്റ് സാധാരണഗതിയിൽ നടത്തുന്ന വൈദ്യപരിശോധനയ്ക്ക് കൂടാതെ രക്തപരിശോധന ഉൾപ്പെടെ നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് പൊട്ടൻസി ടെസ്റ്റ് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള രക്തം പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത്. അത്രയ്ക്ക് അതിനുവേണ്ടി സമയം എടുത്തിട്ട്
കഴിഞ്ഞിട്ടാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കി അല്പം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് എടുത്തപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും പൊതിച്ചോറ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകാനും അതുപോലെ യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും കരിങ്കൊടി പ്രതിഷേധവും ഒക്കെ ഉണ്ടായി. വലിയ രീതിയിൽ കൂക്ക് വിളിച്ചുകൊണ്ടുമൊക്കെയാണ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പ്രവർത്തകർ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ വന്ന സമയത്തും വലിയ രീതിയിൽ പോലീസ് സന്നാഹമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനിരട്ടി പ്രവർത്തകർ വിവിധ യുവജന സംഘടനകളുടെ പ്രവർത്തകർ ആശുപത്രി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. അവരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായത്. അദ്ദേഹത്തിന് രാജിവെക്കണം, അദ്ദേഹത്തിന് യാതൊരു വിധത്തിലും MLA സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് തുടങ്ങിയ മുദ്രാവാക്യങ്ങളും മറ്റ് അസഭ്യകരമായ മുദ്രാവാക്യങ്ങളുമൊക്കെ മുഴക്കുന്ന തരത്തിലേക്കായിരുന്നു പ്രവർത്തകരുണ്ടായിരുന്നത്. അതിനുശേഷം വലിയ ഈ പ്രവർത്തകരെ വകഞ്ഞു മാറ്റിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം പുറത്ത് വലിയ രീതിയിൽ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ തടിച്ചുകൂടി. ഈ പോലീസ് ജീപ്പിനുള്ളിലേക്ക് തിരികെ രാഹുൽ മാങ്കൂട്ടത്തിനെ കയറ്റാൻ പറ്റാത്ത വിധത്തിൽ ഈ പോലീസ് ജീപ്പിന് ചുറ്റും കൂടി നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വളരെ പണിപ്പെട്ട് പോലീസ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റി. ആ സമയത്തൊക്കെ പോലീസുമായി വലിയ രീതിയിലുള്ള ഉന്തും തള്ളും അതുപോലെ വാക്കേറ്റവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ സമയം ഒരുപാട് എടുത്തതുകൊണ്ട് തന്നെ വൈദ്യപരിശോധനയ്ക്കായി എടുത്ത സമയമൊക്കെ ഒരുപാട് എടുത്തതുകൊണ്ട് തന്നെ പ്രവർത്തകർ അല്പം ശാന്തരായി എന്ന് വേണം കരുതാൻ. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് ഇറക്കിയപ്പോഴാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത്. എന്തായാലും ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. ഈ പരാതിക്കാരിയെ ആക്രമിച്ചെന്ന് മാത്രമല്ല വലിയ രീതിയിൽ ബലാത്സംഗ കുറ്റവും അതുപോലെ സാമ്പത്തിക കുറ്റവും സാമ്പത്തികമായി പരാതിക്കാരിയുടെ കയ്യിൽ നിന്നും വലിയ രീതിയിൽ. ശരി, കണ്ണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക ചൂഷണം, ലൈംഗിക അതിക്രമം, ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി പരാതിയായി നൽകിയിട്ടുള്ളത്. മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണ്. റിമാൻഡിലാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിൽ പ്രതികരിച്ച് VD സതീശൻ, രാഹുൽ പാർട്ടിക്ക് പുറത്താണ്, ഞങ്ങൾ എടുത്തതുപോലെ നടപടി ആരും എടുത്തിട്ടില്ല എന്നും VD സതീശൻ പറഞ്ഞു. വിഷയത്തിൽ കൂടുതൽ ഒന്നും പ്രതികരിക്കാനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇല്ലല്ലോ, ഞങ്ങൾക്കില്ലല്ലോ, ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം, ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകും. ഈ കാര്യത്തിലൊക്കെ എന്റെ നിലപാട് കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും അറിയാലോ. പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾക്കറിയാലോ. ഇതിന്റെ പേരിൽ എന്തുമാത്രം വ്യക്തിപരമായി വേട്ടയാടപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പൊന്നും കുലുങ്ങിയില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എന്റെ നിലപാട് എന്തിനാ നിങ്ങൾ ചോദിക്കണം. എന്റെ നിലപാട് കേരളത്തിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഇക്കാര്യത്തിലുള്ള എന്റെ നിലപാട് പറയും. ഇപ്പൊ ഞാൻ എന്ത് വേറെ നോ കമന്റ്സ്, ഞാൻ ഇനി ഒന്നും പറയാനില്ല. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തി എന്തു ചെയ്യുന്നുവെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കില്ല എന്ന് K മുരളീധരൻ. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഒതേനം ചാടാത്ത മതിലുകളില്ല. കൂടെ നിർത്താൻ കൊള്ളരുതാത്തവനാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പുറത്താക്കിയെന്നും K മുരളീധരൻ പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി ഏതൊക്കെ കേസിൽ ഉൾപ്പെടുന്നു, എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട ബാധ്യതയില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയത്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ ഒരിക്കലും തെറ്റ് ന്യായീകരിക്കില്ല. തെറ്റ് കണ്ടാൽ ആ തെറ്റ് ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കും. അതാണ് പാർട്ടി നയം. അല്ലാതെ ഞങ്ങളുടെ പാർട്ടി ചെയ്താലൊക്കെ ശരി, മറ്റു പാർട്ടിക്കാർ ചെയ്തൊക്കെ തെറ്റ് എന്ന് പറയുന്ന സംസ്കാരം കോൺഗ്രസിനില്ല. ഞങ്ങൾ സ്വർണം കട്ടവരെയും സ്ത്രീലമ്പടന്മാരെയും ഒന്നും ഞങ്ങൾ ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ് കോൺഗ്രസ് ഇതുവരെ കർശന നടപടി സ്വീകരിക്കാത്തതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞാൽ രാജിവെക്കില്ലേ എന്ന് മന്ത്രി ചോദിച്ചു. എത്ര സ്വാധീനമുള്ള വ്യക്തിയായാലും കുറ്റം ചെയ്താൽ രക്ഷപ്പെടില്ല എന്നതിന്റെ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് എന്നും ശിവൻകുട്ടി പറഞ്ഞു. ഇനിയെങ്കിലും അദ്ദേഹം ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുവാനും ചെയ്ത കാര്യങ്ങളെ പ്രൊട്ടക്ഷൻ സ്ഥാനം ഒരു മറയായി മാറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കോൺഗ്രസ് സ്വീകരിക്കേണ്ടതാണ്. എന്തായാലും നിയമത്തിന്റെ വഴിക്കുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നിയമപരമായുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് നല്ല പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ.
അതല്ലെങ്കിൽ ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു കുറ്റവാളി MLA സ്ഥാനം വഹിച്ചുകൊണ്ട് MLA ഓഫീസിലും അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിലും ഒക്കെ തന്നെ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. രാഹുൽ മാങ്കൂട്ടം കേസിൽ കോൺഗ്രസിന് 2 നിലപാടാണെന്നും രാഹുലിന് കോൺഗ്രസ് പരോക്ഷമായി പിന്തുണ നൽകുന്നുവെന്നും മന്ത്രി P. രാജീവ്. ഇതെല്ലാം പൊതുജനം ഗൗരവമായി കാണുന്നുണ്ട്. രാഹുലിന്റെ വിഷയം ലോകത്ത് തന്നെ അപൂർവമായ കാര്യമാണെന്നും MLA സ്ഥാനത്തിന്റെ അയോഗ്യത സംബന്ധിച്ച് നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസ് അന്വേഷണത്തിന്റെ വഴിയിലൂടെ തന്നെ പോകുന്നു. നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഇത് സംബന്ധിച്ചെല്ലാം നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കി. പക്ഷേ കോൺഗ്രസ് 2 നിലയിലുള്ള സമീപനമാണല്ലോ സ്വീകരിക്കുന്നത്. പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുന്നു, പ്രത്യക്ഷമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ ഇതെല്ലാം കാണുന്നുണ്ട്. ഗവൺമെൻറ് കാര്യത്തിൽ ഇന്നാൾ എന്ന രൂപത്തിലല്ല, സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം, അതിൻ്റെ അതിജീവിതയും അതുപോലെ തന്നെ ഇരകളും അവരുടെ ബന്ധുക്കളും എല്ലാം തന്നെ പൊതുസമൂഹത്തിന് മുൻപിൽ പറഞ്ഞു. രാഹുലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് സർക്കാരിന് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. ആഭ്യന്തര വകുപ്പിൽ നിന്നും കോൺഗ്രസിൽ നിന്നും രാഹുലിന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നും സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ ഇല്ല എന്നതിന്റെ തെളിവാണിതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞിരുന്നു, ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല, ഇതൊരു സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ഒട്ടേറെ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ഈ കേസുമായി ബന്ധമുണ്ട്. 15-ലധികം പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് സംരക്ഷണ കവചം ഒരുക്കിയെന്നും കോൺഗ്രസ് രാജി ആവശ്യപ്പെട്ടില്ല എന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. കോൺഗ്രസിന്റെ വികൃത മുഖമാണ് പ്രകടമായത്. കോൺഗ്രസിന്റെ നിലപാടിൽ സംശയമുണ്ട്, അത് ദൂരീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭാഗമായി MLA ആയ രാഹുൽ മാങ്കൂട്ടത്തെ MLA സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടണം. അദ്ദേഹത്തിൻ്റെ രാജി കോൺഗ്രസ് ആവശ്യപ്പെടണം. ഇതുവരെ അത്തരമൊരു പ്രശ്നം കോൺഗ്രസ് ഉയർത്തിയിട്ടില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ വലിയ തോതിൽ പ്രശംസിക്കുന്ന ഒരു നടപടിയാണ്, പ്രശംസിക്കേണ്ടുന്ന നടപടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഉചിതമായ നടപടി എടുത്തിട്ടുണ്ട് എന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇനി കോൺഗ്രസ് മറുപടി പറയേണ്ട കാര്യമില്ല. രാഹുലിന്റെ ഇപ്പോൾ വ്യക്തിപരമായ വിഷയം മാത്രമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ചെയ്ത കാര്യങ്ങൾ നിരന്തരം പുറത്തു വരുമ്പോൾ അത് നേരിടേണ്ട ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ്. അത് കോൺഗ്രസ് എത്രയോ തവണ ആവർത്തിച്ച് അത് വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ നിയമം അതിൻ്റെ വഴിക്ക് പോകുന്നല്ലാതെ അതിന് മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം ഇപ്പോൾ കോൺഗ്രസിനില്ല എന്നുള്ളതാണ് വസ്തുത. CPM നേതാക്കളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. UDFന്റെ UDF പ്രതിരോധത്തിലായി എന്ന രീതിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ UDFന്റെ സാധ്യതകളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബാധിക്കും? ഒരു ബാധിച്ചിട്ടില്ലല്ലോ. ഇത് കത്തിന്നപ്പോഴല്ലേ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നത്, തീരെ ബാധിച്ചിട്ടില്ലല്ലോ. കാരണം ഫസ്റ്റ് ഡേ തന്നെ അതിന് വേണ്ട സ്റ്റെപ്പ് കോൺഗ്രസ് എടുത്തതുകൊണ്ട്. സ്ത്രീകൾക്ക് കേരളത്തിൽ സുരക്ഷയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. ജനപ്രതിനിധിയാണ് പീഡനക്കേസിൽ പിടിയിലായത്. നിരവധി പേരാണ് പീഡനത്തിനിരയായത്. നേരത്തെ വന്ന പരാതികൾ വനിതാ കമ്മീഷൻ പോലീസിന് കൈമാറിയിരുന്നുവെന്നും പോലീസിന് സല്യൂട്ടെന്നും സതീദേവി പറഞ്ഞു. വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള രൂപത്തിലുള്ള പീഡനം നിരവധിയായിട്ടുള്ള പെൺകുട്ടികളുടെ നേർക്കുണ്ടായി എന്നുള്ളത് കേരളീയ സമൂഹത്തിന് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള പശ്ചാത്തലത്തിൽ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒളിവിൽ കഴിയാനടക്കം സംസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയി ഒളിവിൽ കഴിഞ്ഞിട്ടുള്ള സാഹചര്യമടക്കം ഉണ്ടായിട്ട് ആ പ്രതിക്കെതിരായിട്ട് ഇപ്പോൾ പോലീസ് വളരെ ആസൂത്രിതമായിട്ടുള്ള രൂപത്തിൽ അദ്ദേഹത്തെ പിടിക്കാൻ തയ്യാറായി എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിൽ ദൈവത്തിന് നന്ദിയെന്നും മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ ക്ഷമിക്കട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പരാതിക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. തെറ്റായ ഒരു വ്യക്തിയെ വിശ്വസിച്ചതിനും തെറ്റായ ഒരാളെ തന്റെ കുഞ്ഞിന്റെ അച്ഛനാകാൻ തെരഞ്ഞെടുത്തതിനും ആ കുഞ്ഞ് തന്നോട് ക്ഷമിക്കട്ടെ എന്നാണ് പോസ്റ്റ്. ഗർഭിണിയാകാൻ നിർബന്ധിക്കുമ്പോൾ ആ കുഞ്ഞിന് കുഞ്ഞാറ്റ എന്ന പേരും രാഹുൽ നൽകിയിരുന്നു. ആ പേര് വിളിച്ചുകൊണ്ട് നിന്നെ അമ്മ ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. രാഹുലിന്റെ കേസ് രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന നേരത്തെ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച
റിനി ആൻഡ് ജോർജ്. ഇനിയും അതിജീവിതകളുണ്ട്, അവർ മുന്നോട്ട് വരണമെന്നും റിനി ആവശ്യപ്പെട്ടു. ഇത്രയധികം സൈബർ അറ്റാക്ക് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വിഷയം കൂടിയായിട്ടും ധൈര്യത്തോടെ മുന്നോട്ട് വന്നതിൽ ആ പെൺകുട്ടിക്ക് അഭിനന്ദനം അർപ്പിക്കുന്നു. ആദ്യമേ തന്നെ പറഞ്ഞതാണ് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യമല്ല എന്നുള്ളത്. ഇത് ഇവിടെ അവസാനിക്കുന്നതല്ല, ഞാൻ എപ്പോഴും നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്, ഇത് 1, 2, 3 കേസുകളല്ല, ഇനിയും അതിജീവിതകളുണ്ട്. ആ അതിജീവിതകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം. നിങ്ങൾ ഇനിയും മറഞ്ഞിരിക്കരുത്, നിങ്ങളുടെ നീതി നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്ന് പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്ക് നിയമസഭ. അയോഗ്യനാക്കാൻ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ. അറസ്റ്റ് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കുമെന്നും സ്പീക്കർ എൻ ഷംസീർ അറിയിച്ചു. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. ഇത് സ്വാഭാവികമായി ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പരാതി കിട്ടിയാൽ മാത്രമാണ്. അത് പരാതി ലഭിക്കുമോ ചില ആൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടല്ലോ MLA-മാർ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ നിലയിൽ മൂവ് ചെയ്യും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റ് കാര്യങ്ങളും അത് ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഡിഫക്ഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് ലീഗൽ എക്സ്പേർട്സുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണവും ഇന്ത്യയിൽ കോൺഗ്രസ് ഭരണവും അവസാനിച്ചിരിക്കുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിശ്വാസം സംരക്ഷിക്കാനും ദേശദ്രോഹികളെ അകറ്റാനും BJP അധികാരത്തിൽ വരണമെന്നും BJP പ്രതിനിധി സമ്മേളനത്തിൽ അമിത്ഷാ പറഞ്ഞു. അഭിസംബോധന തുടങ്ങിയത് ശ്രീനാരായണ ഗുരുവിനും അയ്യങ്കാളിക്കും ശങ്കരാചാര്യർക്കും പ്രണാമമർപ്പിച്ചുകൊണ്ടായിരുന്നു. BJP കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. അൻഫിലിഡ് ഡിസൂസ വിശദാംശങ്ങൾ നൽകും. അൻഫിലിഡ്, BJP തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ്, അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ലക്ഷ്യം. അതാണ് കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ പ്രതിനിധികളെ കൂടുതൽ പ്രചോദനം നൽകുന്ന വാക്കുകൾ കൂടി അമിത്ഷാ പറഞ്ഞിരിക്കുന്നല്ലോ. വിവരങ്ങൾ. തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ശബരിമല സ്വർണ്ണത്തുള്ള അത് തന്നെ മുഖ്യ പ്രധാനമായിട്ടുമാക്കി 3 മുന്നണികളും പ്രയോഗിക്കുമ്പോൾ BJP തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഈ വേളയിൽ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരുമ്പോഴും അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കാട്ടിയത്. അതായത് കേന്ദ്രത്തിൽ വികസിത ഭാരതം എന്ന സ്വപ്നം, ആ വികസിത ഭാരതം കേരളത്തിൽ നടപ്പാക്കണമെങ്കിൽ BJP അധികാരത്തിൽ വരണം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള സംഘടനകളുമായി, തീവ്രവാദ സംഘടനകളുമായി കൂട്ടുകൂടുന്നതാണ് LDF-ഉം UDF-ഉം. ഈ LDF-ഉം UDF-നും ഇവിടെ വിശ്വാസികളെ സംരക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് പല ആവർത്തി പറഞ്ഞുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം വിഷയം ഉയർത്തി ചൂണ്ടിക്കാട്ടി രണ്ടിടത്തും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന LDF-ഉം UDF-ഉമാണ് എന്ന രീതിയിലാണ് അമിത്ഷാ ഈ ഒരു വിഷയം അന്വേഷണം നടത്താൻ സാധ്യമാകുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. നിഷ്പക്ഷമായ അന്വേഷണം ഇക്കാലത്ത് നടക്കണമെങ്കിൽ BJP അധികാരത്തിൽ വരണമെന്ന് ആവർത്തിച്ചു പറയുന്നു. അതായത് അമിത്ഷാ കൃത്യമായി ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം വിഷയം ഇപ്പോൾ കേരളത്തിൽ എന്താണോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ ഊന്നി വിശ്വാസിയ സമൂഹത്തെ ഒന്നടങ്കം ചേർത്ത് നിർത്തണമെങ്കിൽ, വിശ്വാസം സംരക്ഷിക്കണമെങ്കിൽ BJP അധികാരത്തിൽ വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രചാരണത്തിൽ BJP ഉയർത്തിക്കാട്ടുക എന്നതിന് ഒരു സൂചന കൂടിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഈ ഒരു പ്രസംഗത്തിൽ. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ BJP അധികാരത്തിൽ വരുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. ഒപ്പം മേയറായി, തലസ്ഥാന നഗരിയിൽ മേയറായി BJPക്ക് വരാമെങ്കിൽ നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഒരു BJP ഉണ്ടാകണമെന്ന രീതിയിൽ വലിയ രീതിയിൽ ഊർജവും നൽകുന്ന ഒരു ആവേശവാഹ്വാനം തന്നെയാണ് ആഭ്യന്തരമന്ത്രി സംസാരിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോൾ എത്തുമെന്നതിനെ കുറിച്ചൊരു പ്രഖ്യാപനങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. ശരി, അൻഫിലിഡ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. BJP പ്രതിനിധി സമ്മേളനം അമിത്ഷാ അഭിസംബോധന ചെയ്തു. ഇനി കോർ കമ്മിറ്റി യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആ കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും. ഓരോ പാർട്ടിക്കും മേയർമാരെ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട് എന്നും, എന്നാൽ കൊച്ചി മേയറുടെ പ്രസ്താവനയിലൂടെ അതിന്റെ മാനദണ്ഡം ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി എന്നും മന്ത്രി P. രാജീവ്. കൊച്ചി മേയറുടെ ലത്തീൻ പിന്തുണ പരാമർശം സംബന്ധിച്ച വിഷയത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അവർ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായി. എന്ന് മാത്രമല്ല, അവരുടെ നേതൃത്വത്തിൻ്റെ അവസരവാദ നിലപാട്, ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങുന്നവരല്ല, ഞങ്ങൾ വളരെ ആദർശശുദ്ധിയുള്ളവരാണെന്നൊരു വസ്തു പറയും. എന്നിട്ട് രഹസ്യമായി അവിടെ പോയി സന്ദർശിക്കും, അത്തരം കാര്യങ്ങൾ ഇടപെടും. ഇപ്പോൾ ഏത് വിഭാഗത്തിനും സാമൂഹ്യമായി കൊടുക്കണോ, പദവികൾ എങ്ങനെ കൊടുക്കണം, അതെല്ലാം അവർക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷെ കൊച്ചി പോലെ അതിവേഗത്തിൽ വികസനം നടക്കുന്നൊരു സ്ഥലം, വലിയ മാറ്റം നടന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരര് ചികിത്സയിൽ തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് തന്ത്രി ഉള്ളത്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്നതിനിടെയാണ് തന്ത്രിക്ക് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്.
ഡോക്ടർമാർ പരിശോധിച്ച് ആരോഗ്യനില തൃപ്തികരമാണെന്ന് അറിയിച്ചാൽ ഉടൻ തന്ത്രിയെ പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. ശേഷം നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് SITയുടെ നീക്കം. അതേസമയം ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരന്റെ വീട്ടിൽ SIT പരിശോധനയിൽ കസ്റ്റഡിയിലെടുത്തത് ബാങ്ക് രേഖകളും തന്ത്രിയുടെ സ്വകാര്യ ഡയറികളും മാത്രമാണ്. വിലപിടിപ്പുള്ള ഒന്നും 8 മണിക്കൂർ നീണ്ട പരിശോധനയിൽ കസ്റ്റഡിയിലെടുത്തില്ല. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ ആരംഭിച്ച പരിശോധന രാത്രി ഏറെ വൈകിയും തുടർന്നിരുന്നു. DYSP സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് തന്ത്രി കണ്ഠരര് രാജീവരന്റെ ചെങ്ങന്നൂരിലെ വീട്ടിൽ പരിശോധന നടത്തിയത്. തന്ത്രിയായാലും മന്ത്രിയായാലും നിയമത്തിന് മുന്നിൽ ഒരുപോലെയാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത്. ശബരിമലയിൽ തന്ത്രി നടത്തിയത് അമ്പലക്കൊള്ളയാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ഐതിഹ്യപ്പെരുമയുമായി എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചിരിക്കുന്നു. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളാണ് ആചാരപരമായി പേട്ടതുള്ളൽ നടത്തുന്നത്. ഇപ്പോൾ വിവരങ്ങൾ പ്രശാന്ത് ജോസഫ് നൽകും. പ്രശാന്ത്, ഏറ്റവും ഭക്തിനിർഭരമായ കാഴ്ചകളാകുമല്ലോ അവിടെ കാണുന്നത്. വിവരങ്ങൾ. തീർച്ചയായും അഖില, എരുമേലിയിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ഈ എരുമേലി പേട്ടതുള്ളൽ എന്ന് പറയുന്നത്. ഇത് മതമൈത്രിയുടെ ഒരു സംഗമം കൂടിയാണ്. കാരണം വിവിധ മതവിശ്വാസികൾ സംഗമിക്കുന്ന ഒരു ഭൂമിയാണ് എരുമേലി. ഇവിടെ എരുമേലിയിൽ പേട്ടതുള്ളാനെത്തുന്ന സംഘങ്ങളെ മുസ്ലിം സമുദായങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. ബാബരപ്പള്ളിയുടെ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച കൂടെ കാണാൻ കഴിയും. രാവിലെ 12:30യോടെയാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. ആകാശത്ത് കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറന്നതോടെ പേട്ടതുള്ളൽ ആരംഭിക്കുകയായിരുന്നു. 12 മണിക്ക് മുമ്പ് തന്നെ അമ്പലപ്പുഴ സംഘം കൊച്ചമ്പലത്തിലെത്തി ഇവിടെ തിടമ്പും പള്ളി വാളും പൂജിച്ച ശേഷം പരുന്ത് എത്തുവാനായി ആകാശത്തെത്തുവാനായി കാത്തു നിൽക്കുകയായിരുന്നു. 12:30യോടെ കൃഷ്ണപരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറന്നതോടെ പേട്ടതുള്ളൽ ആരംഭിച്ചു. തുടർന്ന് കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളി ബാബരപ്പള്ളിയിലെത്തിയ സംഘത്തെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സമൂഹപെരിയാൻ ഗോപാലകൃഷ്ണപള്ളിയുടെ നേതൃത്വത്തിലുള്ള 250 അംഗ സംഘമാണ് പേട്ടതുള്ളി എത്തിയത്. ഇവരെ താളെഴുന്നേറ്റ് സ്വീകരിച്ച ശേഷം സംഘം പള്ളി ചുറ്റി പള്ളിക്ക് വലം വെച്ച് വലിയമ്പലത്തിലേക്ക് നീങ്ങുകയായിരുന്നു. വലിയൊരു ജനസാഗരം തന്നെയാണ് ഇത്തവണയും പേട്ടതുള്ളലിന് സാക്ഷ്യം വഹിക്കാനായി എത്തിയിരുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണവും ഒക്കെ ഒരുക്കിയിരുന്നു. ആദ്യമൊക്കെ മൂടി നിന്നിരുന്ന ഒരു അന്തരീക്ഷം. പേട്ടതുള്ളലിന്റെ വിശദാംശങ്ങളാണ് പ്രശാന്ത് ജോസഫ് നൽകിയത്. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് കുറഞ്ഞ ഒരു ദിവസമായിരുന്നു. ഇന്ന് അവധി ദിവസമായിട്ടും ഇന്നലെയും ഇന്നും ഭക്തരുടെ എണ്ണം കുറവാണ് ദർശനത്തിനായി എത്തിയത്. രാവിലെ നട തുറന്ന ശേഷം ദർശനത്തിനായി 21,000-ഓളം ഭക്തരാണ് ആദ്യം എത്തിയത്. അതേസമയം മകരവിളക്ക് ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് തുടരുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് AK ബാലൻ പറഞ്ഞത് പാർട്ടി നിലപാടല്ല എന്ന് ആവർത്തിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മാറാട് കലാപത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ CPM ഉദ്ദേശിക്കുന്നില്ല എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇടുക്കിയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. കളമശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയുമായ അഭിഷേക് വിനോദാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സഹപാഠി കൊല്ലം കൊട്ടാരക്കര സ്വദേശി കിരൺ രാധാകൃഷ്ണൻ ഗുരുതരമായി പരിക്കേറ്റു. തൊടുപുഴ കോലാനി ബൈപ്പാസിലാണ് അപകടം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി അത് അനുവദിച്ചില്ല. ഇനി 14 ദിവസം ജയിലിലാണ്. മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അടുത്ത ആഴ്ച പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത്. മൂന്നാമത്തെ പെൺകുട്ടിയും പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇമെയിൽ അയക്കുകയായിരുന്നു. പിന്നാലെ കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. രാത്രി നാടകീയമായി സ്വകാര്യ ഹോട്ടലിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. വഡോദരയിലാണ് മത്സരം. പരിക്കിന്റെ പിടിയിലായിരുന്ന ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരും തിരിച്ചെത്തിയതാണ് മത്സരത്തിന്റെ സവിശേഷത. KL രാഹുലാണ് 1ാം വിക്കറ്റ് കീപ്പർ. ഋഷഭ് പന്ത് 2ാം വിക്കറ്റ് കീപ്പറാണ്. ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരും ടീമിലുണ്ട്.